എന്നോട് ഒരാൾ ചോദിച്ചു. അത് നമ്മളിപ്പോഴല്ലേ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമേ നമുക്കത് കിട്ടൂ എന്നുള്ളൊരു സംസാരം അവിടെ വന്നപ്പോഴാണ് നമ്മളൊരു പ്രൊട്ടസ്റ്റ് എന്നുള്ളൊരു ഇതിലോട്ട് വന്നത്. അമ്മയുടെ ഒരു ഇന്നലത്തെ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും തിരച്ചിൽ കുറിച്ചാണത്. ശരിക്കും എന്താ സംഭവം? ഇപ്പൊ എന്താ ഏതുവരെയായി തിരച്ചിൽ? നമുക്ക് 7-ാമത്തെ ദിവസമാണ് നമ്മൾ ഇന്നലെ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമ്മൾ 6 ദിവസം വരെ ഇത് ഏതൊക്കെ രീതിയിലുള്ള പുരോഗമനം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ നമ്മൾ അന്വേഷിക്കുന്നു, കോസ്റ്റ് ഗാർഡ് അന്വേഷിക്കുന്നു, ആ ഒരു രീതിയിൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ പുരോഗമനം എന്ന് പറഞ്ഞിട്ടൊരിത് നമുക്ക് തോന്നാതെ വന്ന സാഹചര്യത്തിൽ നമ്മളൊരു പരാതിയായിട്ടാണ് SHOയുടെ അടുത്ത് പോകുന്നത്, കോസ്റ്റൽ പോകുന്നത്. അവിടെ ചെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു, സാർ ഇങ്ങനെ അന്വേഷണത്തിന് പുരോഗതി ഇല്ല, എനിക്കിതുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, പുതിയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞ ഡിമാൻഡ്സ് ഒക്കെ അവർ അംഗീകരിച്ച് നമ്മളോട് സംസാരിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കമ്മീഷണർ വരണം, എനിക്ക് കളക്ടർ വരണം, മന്ത്രി ഏതാ രീതിയിലായാലും എന്നോട് കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് വന്നു ചീഫ് കമ്മീഷണർ സാർ വന്നു, നമ്മളോട് സംസാരിച്ച്. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ വന്ന് നമ്മളോട് സംസാരിച്ചു. അപ്പം അവർ നമ്മളോട് പറഞ്ഞു, ഞാനിങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അവരെനിക്കത് അംഗീകരിച്ചു. അപ്പം ഞാൻ ചോദിച്ച്, ഇപ്പം പറഞ്ഞ ഈ സൗകര്യങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് മുന്നേ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, അത് നമ്മളിപ്പോഴല്ലേ ആവശ്യപ്പെട്ടത്. അപ്പോൾ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമേ നമുക്കത് കിട്ടൂ എന്നുള്ളൊരു സംസാരം അവിടെ വന്നപ്പോഴാണ് നമ്മളൊരു പ്രൊട്ടസ്റ്റ് എന്നുള്ളൊരു ഇതിലോട്ട് വന്നത്. 6 ദിവസം വരെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അങ്ങനല്ല മോനെ, ഒരു നീക്കം ഉണ്ടായിട്ടില്ലെന്നല്ല, കോസ്റ്റ് ഗാർഡ് അന്വേഷിക്കുന്നുണ്ട്, മറൈൻ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ പുരോഗതി ഉണ്ടായില്ല എന്നുള്ളതാണ്, അല്ലാതെ അന്വേഷിച്ചില്ലെന്നല്ല. നമുക്ക് വേണ്ടുന്നത് എല്ലാ സഹായങ്ങളും അവരുടെ പരിധിക്കുള്ളിലുള്ളതിൽ വെച്ച് അവർ ചെയ്തില്ലെന്നല്ല, ചെയ്തു. പക്ഷെ പോരാ നമുക്ക്. കാരണം അന്വേഷിച്ച് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു അന്വേഷണം നമ്മൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്താൻ പറ്റുന്നത്? അപ്പം അത് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു. സുരേഷ് ഗോപി അടക്കമുള്ള ആൾക്കാർ വിളിച്ചിരുന്നു, കേന്ദ്രത്തിന് സഹായം. എന്താ സുരേഷ് ഗോപി സാർ പറഞ്ഞു? സുരേഷ് ഗോപി സാറ് വിളിച്ചു, മിനിസ്റ്റർ വിളിച്ചു, കളക്ടർ ഇന്ന് വന്നു. എല്ലാവരും നമ്മൾ ആവശ്യപ്പെട്ട ഷിബു സാറ് വന്നു, നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ സഹായങ്ങളും നമുക്ക് വാഗ്ദാനം ചെയ്യുകയല്ല. അവർ തുടങ്ങി, രാവിലെ 7 മണിക്കാനെല്ലാം തുടങ്ങി. പിന്നെ എന്തെങ്കിലും അതിനൂതന സാങ്കേതിക വിദ്യകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് ഉപയോഗിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടാണ് ഷിബു സാറ് പോയത്. അതെ, കാലാവസ്ഥ പ്രതികൂലമായതാണ് നമുക്ക് ഇത്രയും ദിവസം പോകാനുള്ള കാരണം. പിന്നെ ഇന്ന് ഏകദേശം ഒരു രാവിലെ ഈ സമയം വരെ തെളിഞ്ഞ ഒരുവിധം നിന്നു. പക്ഷെ കടൽ ഇപ്പോഴും പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുന്നു. ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്കറിയില്ല ഏത് രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ നമ്മളുടെ അടുത്തൊരിത് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഓരോ സ്ഥലത്തും അപകടങ്ങളും പ്രളയവും ദുരന്തവും എല്ലാം തന്നെ അല്ലേ. അപ്പം എല്ലായിടവും എത്തിപ്പെടാൻ ചിലപ്പോൾ പറ്റുന്നില്ലായിരിക്കും. അതിന്റെ സാങ്കേതികത എന്തെങ്കിലും ഇതാവാത്തത് കൊണ്ടായിരിക്കും. പരാതിയൊന്നുമില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ അങ്ങനെ സഹായം, എൻ്റെ മോനെ കണ്ടെത്തി തരുന്നതാണ് എൻ്റെ ആവശ്യം. അത് അവർ അംഗീകരിച്ച് അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട്.